അച്ഛൻ ചെറിയമ്മ വഴക്ക് പറഞ്ഞല്ലേ? അതെ. എന്താ പറയണ്ടായിരുന്നു അച്ഛാ. സുരഭിയല്ലേ അമ്മാമ്മയെ തള്ളിയിട്ടത്? അച്ഛ, അത് മനഃപൂർവ്വം ചെയ്തതല്ല. നമ്മള് കളിക്കണേന്റെ ഇടയിൽ അറിയാതെ തട്ടി വീണതാ. പാവ. അത് പോട്ടെ. ചെറിയമ്മ, എന്ത് മോളെ? ഞാൻ കാരണമല്ലേ ചെറിയമ്മയ്ക്ക് വഴക്ക് കിട്ടിയത്. അതൊന്നും കുഴപ്പമില്ല, അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട കേട്ടാ. മോളെ, ഞാൻ പറഞ്ഞത് നിനക്ക് വിഷമമായല്ലേ? ഇല്ലണ്ണാ, കുഴപ്പമില്ല. നീ എന്റെ അനിയത്തി എന്നുള്ള സ്വാതന്ത്ര്യത്തിലാ നിന്നോട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. അല്ലെങ്കിൽ ആ വഴക്ക് എങ്ങനെ പോകുന്നു നിനക്കറിയാലോ. പിന്നെ ആന്റിയുടെ സ്വഭാവം നിനക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. എനിക്കറിയാം അണ്ണ. പിന്നെ എനിക്ക് അച്ഛനില്ലല്ലോ. അച്ഛന്റെ സ്ഥാനത്താണ് ഞാൻ അണ്ണനെ കാണുന്നത്. അപ്പൊ എനിക്ക് എന്താവശ്യം വന്നാലും അണ്ണ എന്റെ കൂടെ ഉണ്ടാവും എനിക്കറിയാം. പിന്നെ ഞാനൊരു ഭാരം എന്ന് പറഞ്ഞപ്പോഴാ എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. സോറി മോളെ. അണ്ണ സോറി ഒന്നും പറയല്ലേ അണ്ണ, അതൊന്നും കുഴപ്പമില്ല, എനിക്കറിയാലോ. എന്നാ പിന്നെ ചെറിയമ്മയ്ക്കൊന്ന് ചിരിച്ചൂടെ? ചിരിക്ക് ചെറിയമ്മ, ചിരിക്ക്. അതെ പ്രസവ, എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. വരട്ടാ? അതെ, ഞാൻ വേലക്കാരനാണ്, ഇങ്ങനെ പറയാൻ പാടില്ല, എങ്കിലും ഞാൻ പറയാം. സുരഭി എടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിച്ച വളരെ മോശമായിപ്പോയി. എന്തുമാത്രം വിഷമിച്ചാണെന്ന് അറിയാമോ? വളരെ മോശം, വളരെ മോശം. ഇനി മേലെ ഇത് ആവർത്തിക്കരുത്. പ്രശ്നമൊന്നും പറയരുത്. അല്ല, ഞാൻ സുരഭിക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാ പറഞ്ഞ ഒന്നും പറയരുതെന്ന്. അതുകൊള്ള ഇപ്പം അനിയത്തിയും ചേട്ടനും അങ്ങ് ഒന്നായ. എന്റെ മുത്തു അങ്കിളെ, നമ്മളിവിടെ എല്ലാ പ്രോബ്ലംസും പറഞ്ഞ് സോൾവ് ചെയ്തു. തന്നെ? ഓ, തന്നെ തന്നെ. ശരി, ഇതൊക്കെ എപ്പോഴ്? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.